അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ വർഗീസ്. ഞാൻ നോർത്ത് പറയിൽ നിന്ന് കൂട്ടുകാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/11/2023 അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ നാത്തൂരി സ്ഥലം മാറ്റം വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ വെച്ചിരുന്നു. പിന്നെ എൻ്റെ ഒരു നാത്തൂൻ്റെ മോന് ജോലി ഉണ്ടായിരുന്നവന്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചത്. അതെല്ലാം എനിക്ക് എൻ്റെ മാതാവ് സാധിച്ചു തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ 3 മാസം അത് കറക്റ്റായിട്ടൊക്കെ കൊണ്ടുപോയി സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും സഹായിച്ചൊക്കെ ഇരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇനി നിർത്താലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് നിർത്തി. പിന്നെ ഞാൻ വന്നില്ല ഇങ്ങോട്ട്. പക്ഷേ ഞാൻ ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ ചെരുപ്പ് സ്ലിപ്പായി ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ അങ്ങനെ പോയി. പക്ഷേ എൻ്റെ ഡിസ്ക് തന്നെയൊക്കെയായിരുന്നു. ഞാനങ്ങനെ അതെനിക്കറിയാൻ പാടില്ല. ഞാൻ പല സ്ഥലത്തും മരുന്ന് മേടിക്കാൻ പോയി, പലരെയും കണ്ടു. പക്ഷേ ആർക്കും ഒന്നും പറയണില്ല. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓർത്തോനെ കാണാൻ പറഞ്ഞു. ഓർത്തോനെ കണ്ടപ്പോൾ ഡിസ്ക് തന്നെയൊക്കെയാണെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര വേദനയും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അങ്ങനെ എന്നെ വേദനയും കൊണ്ട് കുറേ നാളൊക്കെ കഴിച്ചു കൂട്ടി. അപ്പോഴാണ് എൻ്റെ ഭർത്താവിന് ഇതുപോലെ തന്നെ ഒരു മൂത്രത്തിൽ ഇൻഫെക്ഷൻ പോലെ ആയിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു ഭാഗത്ത് ഒരു പഴുത്ത പോലെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതും ഡോക്ടറെ കാണിച്ചിട്ടൊന്നും മാറണില്ല. അതുപോലെ ഞങ്ങൾ യൂറോനെ കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, മരുന്ന് കഴിച്ചിട്ടൊന്നും നമ്മൾ മാറണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് എന്തായാലും കൃപാസനത്തിൽ തന്നെ പോകാം, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഭർത്താവിനെയും കൂട്ടി. അന്ന് ഞങ്ങൾ 2 വീലറിനാണ് ഇവിടം വരെ വന്നത്. ഇവിടെ വന്ന് ഞാൻ ക്യൂവിൽ നിന്നിട്ട് എനിക്കും എൻ്റെ ഭർത്താവിൻ്റെയും ഈ ആവശ്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്നെ വീട്ടിൽ അമ്മയൊക്കെ പിണങ്ങി, എന്തിനാണ് ഈ കാലം വെച്ചുകൊണ്ട് അവിടം വരെയും പോയെന്നും പറഞ്ഞ്. പക്ഷേ എന്നാലും ഞാനതൊക്കെ സഹിച്ച് ഭർത്താവിനെ നോക്കി നിന്ന് അങ്ങനെ ആ തൈലം ഉപയോഗിക്കുമായിരുന്നു ഭർത്താവിന്. അങ്ങനെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അത് സൗഖ്യപ്പെട്ടു. എന്നാലും എൻ്റെ ഈ റിസ്കിൻ്റെ വേദന എനിക്ക് കുറേശ്ശേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിരുന്ന സമയത്താണ് ഒരു ദിവസം എനിക്കപ്പോൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കാനായിട്ട്. അപ്പോൾ ഭർത്താവ് എനിക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ചൂടായി കിടക്കുകയായിരുന്നു. അത് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ അത് കൊണ്ട് വന്ന് ബാത്റൂമിൽ കയറിയതുകൂടി സ്ലിപ്പായിട്ട് വീണ് ഈ വലത്തെ കൈ മുഴുവനായിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ആയിപ്പോയി. പോയിട്ട് എന്നോട് പറഞ്ഞു കൈ പൊള്ളിയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത്രയും പൊള്ളിയെന്ന് മനസ്സിലായില്ല. ഞാൻ വേഗം തന്നെ മാതാവിന് ഉടമ്പടി തൈലമൊക്കെ എടുത്ത് കൈയ്യുമ്മ മുഴുവനും തേച്ച്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ തയ്ക്കാൻ പറ്റില്ല. അങ്ങനെ മോൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര BP ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ കൈ ഫുള്ള് ഇവിടെ വരെ പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുകയാണ്. മാതാവേ, ഞാൻ എന്ത് ചെയ്യും? പാടില്ലാത്ത ഞാനിപ്പോൾ അദ്ദേഹത്തിനെ നോക്കേണ്ട അവസ്ഥയായി. അദ്ദേഹത്തിന് ഭക്ഷണം വായി കൊടുക്കണം, കുളിപ്പിക്കണം, എല്ലാവരുമായി. അങ്ങനെ അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പെരുമ്പാവൂരുണ്ട്. അവിടെ ഒരു പാരമ്പര്യ വൈദ്യന്മാരാണ്. അവരുടെയിലും ഒരു മരുന്നുണ്ടെന്നും പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങാട് കൊണ്ടുവന്ന് തന്ന് ആ മരുന്ന് കയ്യുമ്പോൾ തേച്ച് ഒരു 19 ദിവസത്തോളം അദ്ദേഹം ഇരിപ്പായി. അങ്ങനെ പക്ഷേ ആ മരുന്ന് തേച്ച് പക്ഷെ ഞങ്ങൾക്ക് ഒരു സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേശ്ശെയൊക്കെ എനിക്ക് ഒരത്തേക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പോലും മാതാവ് എന്നെ കൈ നിറച്ചാണ് സഹായിച്ചത്. പലരിൽ നിന്നാണ് എനിക്ക് സഹായം കിട്ടിയത്. ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ്റെ കൈ കണ്ടാൽ നിങ്ങൾ പൊള്ളിയതാണെന്ന് പറയൂല. ഇതേ വലത്തെ കൈ നോക്കിയേ, ഒരു പാട് പോലും ഇല്ല കയ്യിൽ, ഒരു പാടുമില്ലാണ്ട് മാറ്റിത്തന്നു മാതാവ്. അതുപോലെ തന്നെ എൻ്റെ ഡിസ്കിൻ്റെ വേദന അതുപോലെ തന്നെ അങ്ങോട്ട് മാറി. പിന്നെ എനിക്കിപ്പോൾ 1 വർഷത്തിൽ കൂടുതൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഡിസ്കിൻ്റെ സമയം ഒരു വേദനയും എനിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ മോക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ മറന്നു പോകും, ഒന്നും ഓർമ്മ കിട്ടൂല. അങ്ങനെ ഞാനിവിടെ നിന്ന് യോഗം വെച്ചിരുന്നു. പക്ഷേ അവൾക്ക് SSLCക്ക് 83% മാർക്ക് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച്. അതുപോലെ അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അതുപോലെ എൻ്റെ മോൻ BSc ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചിരുന്നത്. അവനപ്പോൾ അവർക്ക് 6 മാസത്തെ കോഴ്സ് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൻ പറയും, അമ്മേ ഇപ്പോൾ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിനിങ് ഒക്കെ. അപ്പം ഞാൻ മാതാവിന് ഉടമ്പടി നിയോഗി വെച്ചിരുന്നു.
പക്ഷേ മോനത് പൂർത്തിയാക്കി നല്ല സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. അതുപോലെ അവനൊക്കെ ജോലി താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവന് മൂന്നാറിൽ അവന് ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. മാതാവ് നല്ലൊരു സ്ഥലത്ത് എൻ്റെ മോനെ ജോലിക്ക് കയറ്റിയെന്ന് വെച്ചാൽ അവിടെ ഉള്ളവരൊക്കെ നല്ലൊരു കൃപാസനത്തിലെ ആൾക്കാരാണ്. കൃപാസന മാതാവിനെ കുറിച്ച് പറയുന്നവരും ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെയാണ് അവിടെ ഉള്ളവർ. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് മാതാവ് എൻ്റെ മോനെ കൊണ്ടുവന്നെത്തിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ എല്ലാ ഭവനങ്ങളിലാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ കൊണ്ടുപോയി മല്ലേ പറയുക ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ചേച്ചി, അതെല്ലാം വേണ്ടാന്ന് പറയും. അതെല്ലാം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നത് ഞങ്ങൾ പുത്തൻപേരിക്ക് അസിസി ഭവനുണ്ട്. പ്രായവും മാനസികമായി വെല്ലുവിളികളൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി അവരെ വീൽ ചെയറിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറ്റുന്ന എല്ലാ ആഴ്ചയും ഞാൻ പോകാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ.